ഗുഡ് മോർണിംഗ്. നമുക്ക് സെക്കൻഡ് ഇയർ എക്കണോമിക്സ് തുടങ്ങാം. സെക്കൻഡ് ഇയർ രണ്ട് ടെക്സ്റ്റുകളാണ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. ഇതില് ഫസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഇയർ കൂടുതൽ തിയറികളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിയറി ടെക്സ്റ്റൽ ബേസ്ഡ് ആൻസർ നമ്മൾ ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഡയഗ്രങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. മൈക്രോ എക്കണോമിക്സ്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ 6 ഏരിയകളാണ് പ്രധാനമായും പഠിക്കാനുള്ളത്. ഈ 6 ഏരിയകൾ ഞാൻ പറയാം. ഒന്ന്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. രണ്ടാമത്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. മൂന്നാമത്തത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നാലാമത്തത് സൊല്യൂഷൻസ് ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. അഞ്ചാമത്തത് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. ആറാമത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഫസ്റ്റ് ഏരിയയിലേക്ക് പോകാം. വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി? ലിസൺ, നിങ്ങൾ ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. സെൻട്രൽ പ്രോബ്ലംസുകൾ 3 കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല്? വാട്ട് ടു പ്രൊഡ്യൂസ് in what quantities, what to produce in what quantities, how to produce, for whom to produce. There are 3 important central problems faced by every economy. Why these problems called central problems? എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ സെൻട്രൽ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്? അതിനുള്ള കാരണം, ലോകത്ത് 3 തരം എക്കോണമികളാണ്, ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്, അണ്ടർ ഡെവലപ്ഡ്. ഈ 3 തരം എക്കോണമികളും ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളും സോമാലിയ പോലുള്ള അവികസിത രാജ്യങ്ങളും ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസുകളും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മള് ഈ 3 സെൻട്രൽ പ്രോബ്ലംസുകളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ പ്രശ്നത്തെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്? വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നം വരാനുള്ള കാര്യം എന്താ? അതിനുള്ള കാരണം, മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്, അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്. എന്നാൽ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത സ്കെയർ ആണ്, അതായത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പൊ പ്രധാനമായും ഈ ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം, ദ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് natural resources are scarce. That means the scarcity of resources. These resources which have alternative uses. അതുകൂടിയുണ്ട്. Okay, but the first problem, wanted to produce arise because of the human wants are unlimited. At the same time, the natural resources are scarce. Every society or economy needed thousands of goods and services, but we cannot produce these goods and services. Why? The resources are scarce. അപ്പോ എല്ലാ സൊസൈറ്റികളും ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യപ്പെടുന്നു, പക്ഷേ റിസോഴ്സസുകൾ വളരെ സ്കെയർ ആണ്. അതുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, അതായത് സൊസൈറ്റിക്ക് ഏറ്റവും ആവശ്യമായ വസ്തുക്കൾ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മുൻഗണനാ ക്രമം നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. Then the second problem. What is the second problem? How to produce. ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്നാണ്. അങ്ങനെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാ? 2 തരം ഉൽപ്പാദന രീതികളുണ്ട്. അതായത് ലേബർ ഇന്റൻസീവ് ടെക്നോളജിയും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയും. കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിക്കുകയും കുറച്ച് മെഷീനറീസുകൾ ഉപയോഗിക്കുന്നതിനാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. അതേസമയം കൂടുതൽ മെഷീനറീസുകൾ കുറച്ച് ലേബർ ഉപയോഗിക്കുന്നതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. We use more labor, less capital, that is labor intensive technology. We use more capital or machineries and less labors, that is called capital intensive technology. Okay, but there are 2 type of technology. They are capital intensive and labor intensive. അപ്പൊ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കണം. ഇന്ത്യ പോലുള്ള ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കും സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ തന്നെ പറയും. നമ്മൾ 2 കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു, 2 പ്രോബ്ലംസുകൾ പഠിച്ചു. ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ
ഹൗ ടു പ്രൊഡ്യൂസ്. ഇനി മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് ഇങ്ങനെയും പറയാറുണ്ട്, എങ്ങനെ വിതരണം ചെയ്യണം. ബിക്കോസ് ദ പ്രോബ്ലം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ദാറ്റ് റിലേറ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. എന്താണ്? അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ രാജ്യവാസികൾക്ക് ലഭ്യമാകണമെങ്കിൽ രാജ്യവാസികളുടെ പർച്ചേസിംഗ് പവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള പണം ഉണ്ടായിരിക്കണം, പർച്ചേസിംഗ് കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. ആ പർച്ചേസിംഗ് കപ്പാസിറ്റി ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. രാജ്യത്തിന്റെ ഇൻകം വിതരണം ചെയ്യുന്നത് തുല്യമാണെങ്കിൽ, ഈക്വൽ ആയിട്ടാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാകും. അപ്പോൾ അവർക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ദ പ്രോബ്ലം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ദാറ്റ് റിലേറ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടോപ്പിക് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വേറൊരു പേര് പറയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? നമ്മൾ പറഞ്ഞു എന്താണ്, ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസിനെ കുറിച്ച്. റിസോഴ്സസുകൾ സ്കെയർ ആണ്, മനുഷ്യന്റെ ആവശ്യങ്ങളും അപരിമിതവുമാണ്. അങ്ങനെ വരുമ്പോൾ ഏത് വസ്തുവാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് എന്ന് ഓരോ എക്കോണമിയും ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ എക്കോണമിയും ഏത് വസ്തുവാണ് ഉണ്ടാക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നത്തെ നമുക്ക് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി പഠിക്കാം. അതാണ് നമ്മൾ PPC എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. PPC കർവിലൂടെ എന്തുൽപാദിപ്പിക്കണം എന്ന പ്രശ്നം നോക്കിക്കാണുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ PPC പഠിക്കേണ്ടി വരുന്നത്. PPC കർവിലൂടെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെ എന്തുൽപാദിപ്പിക്കണം എന്ന പ്രശ്നം നമ്മൾ നോക്കിക്കാണുകയാണ്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ത് എന്നും അതിന്റെ ഘടന എന്ത് എന്നും ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്താം. ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ വരയ്ക്കുന്നത് 3 അസംഷൻസുകളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ രാജ്യം രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത്തത് രാജ്യത്തിന് വളരെ കുറഞ്ഞ റിസോഴ്സസുകൾ മാത്രമാണുള്ളത്, ദാറ്റ് ഈസ് എ ഗിവൺ റിസോഴ്സസ്. ആ റിസോഴ്സസുകൾ പൂർണ്ണമായും ഈ 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കും. മൂന്നാമത്തത് കൺട്രിക്ക് ഒരു നിശ്ചിത അളവ് ടെക്നോളജി മാത്രമാണുള്ളത്, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ടെക്നോളജി. ഈ 3 അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുന്നത്. ഈ കർവ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ ബോർഡിലേക്ക്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോളം രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പോസിബിലിറ്റീസുകളെ, സാധ്യതകൾ, ഉൽപാദന സാധ്യതകൾ ചിത്രീകരിക്കുന്നു. അത് രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന 2 സാധനങ്ങളായ കോണും കോട്ടണുമാണ്. നമ്മൾ നോക്കിയ ഫസ്റ്റ് പോസിബിലിറ്റി എന്താണ്? എ എന്ന പോസിബിലിറ്റി. എ എന്ന പ്രൊഡക്ഷൻ ആണ് രാജ്യം സ്വീകരിക്കുന്നതെങ്കിൽ 0 അളവ് കോണും 10 യൂണിറ്റ് കോട്ടണും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ എ എന്ന ഉൽപാദനത്തിൽ എന്താ സംഭവിക്കുന്നത്? കോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല, 10 യൂണിറ്റ് കോട്ടൺ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ളവർ ഒന്നും തിന്നാൻ ഉദ്ദേശിക്കുന്നില്ല, ഉടുക്കാനേ ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ. സെക്കൻഡ് ബി എന്ന് പറയുന്നത് നോക്കൂ, 1 യൂണിറ്റ് കോൺ 9 യൂണിറ്റ് കോട്ടൺ. അല്ല, സി. ഇനി അടുത്ത് പരിശോധിക്കുന്നത് സി ആണ്. സിയില് 2 യൂണിറ്റ് കോട്ടണും 2 യൂണിറ്റ് കോണും 7 യൂണിറ്റ് കോട്ടണുമാണ്. അടുത്ത നോക്കേ, അങ്ങനെ ഇയിലേക്ക് വന്നപ്പോ എന്താണ് സംഭവിച്ചത്? കോണ് 4 യൂണിറ്റും കോട്ടൺ 0 യൂണിറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? എ പോസിബിലിറ്റി ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ കോൺ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, കോട്ടൺ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പോസിബിലിറ്റി ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കോട്ടൺ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, കോൺ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഇതിനിടയിലുള്ള ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും, അതായത് കോണും കോട്ടണും വ്യത്യസ്ത പ്രപ്പോർഷനുകളിൽ. അപ്പൊ രാജ്യത്തിന് ഏതാണോ ആവശ്യം, കോണാണ് കൂടുതൽ ആവശ്യമെങ്കിൽ അതിനനുസരിച്ചും കോട്ടൺ ആണ് കൂടുതൽ ആവശ്യമെങ്കിൽ അതിനനുസരിച്ചും ഉള്ള പോസിബിലിറ്റികൾ തിരഞ്ഞെടുക്കാമെന്നാണ് ഈ ടേബിള് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലേക്ക് വരാം.
അപ്പൊ ആദ്യമേ നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം. കാര്യം അതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസുകൾ വരും. അത് ഞാൻ സന്ദർഭത്തിനനുസരിച്ച് പറയാം. എന്താണ് സ്ട്രക്ചർ? ഒന്നാമത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. രണ്ടാമത് ദാറ്റ് ഈസ് എ കോൺകേവ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇന്റർസെക്ട് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. നിങ്ങൾക്ക് അത് ചിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഈ മൂന്നിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രക്ചർ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് +2-ന് നമ്മൾ ക്വസ്റ്റ്യന് ആൻസർ നൽകുമ്പോൾ സാധാരണഗതിയിൽ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ആൻസറിനോടൊപ്പം പലതിനും നമ്മൾ ഡയഗ്രം വരയ്ക്കേണ്ടി വരും. അതാണ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് പലപ്പോഴും പിന്നെ സെക്കൻഡ് ഇയർ മാർക്ക് കുറയാനുള്ള കാര്യം. അങ്ങനെ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഈ ഡയഗ്രത്തിന്റെ ഓരോ ഡയഗ്രത്തിന്റെയും അതിന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വളവ് ചരിവ് ഒക്കെ പ്രത്യേകമായി തന്നെ നമ്മൾ ആ ഓരോ സംഗതികളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ മൂന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഈ മൂന്ന് സ്റ്റേറ്റുകൾ, മൂന്ന് അവസ്ഥകളും പ്രത്യേക കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായി തന്നെ പഠിച്ചത് വരയ്ക്കുമ്പോൾ അത് കൃത്യമായി അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിലെ ഈ മൂന്ന് അവസ്ഥകളെയും കൃത്യമായി ഉൾക്കൊണ്ട് വേണം വരയ്ക്കാൻ, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ തുടർന്ന് വരുന്ന ചാപ്റ്ററുകളിലെ എല്ലാ ഡയഗ്രത്തിന്റെയും അതിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരും. അപ്പൊ അതനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്നത് പടം വരച്ചു, അതിന്റെ ഷേപ്പ് മൊത്തത്തിൽ കാണുമ്പോൾ ശരിയായിരിക്കും, പക്ഷെ പല സ്ഥലത്തും ചെറിയ വേരിയേഷൻസുകളൊക്കെ കാണുമ്പോൾ വെട്ടിക്കളഞ്ഞ് ഡയഗ്രത്തിന്റെ മാർക്ക് പോകും. എഴുതിയ ടെക്സ്റ്റൽ ആൻസറിന് മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അവിടെയാണ് എക്കണോമിക്സിന് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു വഴി. അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് പഠിച്ചാൽ മാർക്ക് നമുക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റും. നോക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതായത് ABCDE എന്നീ 5 പോയിന്റുകളുടെ ലോക്കസ് ആണ്. അതായത് 5 പോയിന്റുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഒരു നിർവചനം നൽകാൻ പറ്റും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ദ ലോക്കസ് ഓഫ് different possibilities which can produce a country. It is a curve which shows the alternative production possibilities. Now, what is production possibility set? ബോർഡിലേക്ക് നോക്കൂ. The collections of all possible combinations of goods and services that can be produced from a given amount of resources and a given stock of technology. നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി ഉപയോഗിച്ച്, നമുക്ക് ലഭ്യമായ റിസോഴ്സസുകൾ ഉപയോഗിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിവിധ കോമ്പിനേഷൻസുകൾ, പ്രൊഡക്ഷന്റെ വിവിധ കോമ്പിനേഷനുകളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. ഈ ബോർഡിൽ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിങ്ങൾ നേരത്തെ പഠിച്ച പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിന്നും എന്താണ് വ്യത്യാസം? അല്ലെ, നേരത്തെ പഠിച്ച പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ആ ലോക്കസ് പോയിന്റ്സുകളൊക്കെ ഉണ്ട്. അതായത് ABCDE ആ പോയിന്റ്സുകളെല്ലാം ഉണ്ട്. പക്ഷെ 2 പോയിന്റ്സുകൾ അധികം കിടപ്പുണ്ട്. ഒന്ന് യുവും മറ്റൊന്ന് എഫുമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, എക്സ്പ്ലെയിൻ ഈച്ച് പോയിന്റ്സ്. ഇങ്ങനെ കൊടുക്കും. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള ബിന്ദുക്കളായ ABCDEയും യുവും എഫും എന്ന് പറഞ്ഞ ബിന്ദുക്കൾ ഏതാണ്, അതെന്താണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെ, അപ്പൊ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ ബിന്ദുക്കൾ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഒന്ന്, A മുതൽ E വരെയുള്ള ബിന്ദുക്കളെല്ലാം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കിടക്കുന്നതാണ്. ഓക്കെ, എന്നാൽ യു എന്ന് പറഞ്ഞ ബിന്ദു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് താഴെ കിടക്കുന്നതാണ്. എന്നാൽ എഫ് എന്ന് പറഞ്ഞ ബിന്ദു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്ത് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ പോയിന്റ്സ് A to E that lies on the production possibility curve. These points are the production possibilities of an economy. The economy can choose any point from this PPC. The point U that lies below the production possibility curve, that point indicating the resources are underemployed. ഓക്കെ, അതായത് റിസോഴ്സസുകൾ രാജ്യം പൂർണ്ണമായി വിനിയോഗിക്കാതെയാണ് ഉൽപാദനം നടത്തുന്നതെങ്കിൽ
ആ ഉൽപാദന സാധ്യത പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് താഴെ എവിടെയെങ്കിലുമുള്ള ആ ഒരു ബിന്ദുവായിരിക്കും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്തുള്ള എഫ് പോലത്തെ ഒരു ബിന്ദു സൂചിപ്പിക്കുന്നത് എന്താ? രാജ്യത്തിന് അത്തരം ഒരു ഉൽപാദനം അറ്റൈൻ ചെയ്യാൻ കഴിയത്തില്ല. എന്താ കാര്യം? രാജ്യം അവരുടെ റിസോഴ്സസുകൾ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ ഉൽപാദനവും എവിടം വരെ ഉള്ളൂ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരെ ഉള്ളൂ. അതിന് പുറത്തു പോയി ഉൽപാദനം നടത്താൻ ആവശ്യമായ റിസോഴ്സസുകൾ രാജ്യത്തിന്റെ കൈവശം ഇല്ല. അതുകൊണ്ട് രാജ്യത്തിന് അത്തരം ഒരു ഉൽപാദനം നടത്താൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. ഇനി എഫ് എന്ന് പറഞ്ഞ ഒരു കേസിൽ ഉൽപാദനം നടക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യം? രാജ്യം പുതുതായിട്ട് റിസോഴ്സസുകൾ കണ്ടെത്തിയെന്നോ രാജ്യത്തിൽ വിദേശത്ത് നിന്നും റിസോഴ്സസുകൾ ഇമ്പോർട്ട് ചെയ്തെന്നോ ആണ് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജ്യത്ത് ഉൽപാദനം കൂടി. അപ്പൊ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? രാജ്യത്ത് എക്കണോമിക് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. രാജ്യത്ത് ലഭ്യമായ റിസോഴ്സുകൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നില്ല, മറിച്ച് വലത്തോട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്ക് അത് സൂചിപ്പിക്കുന്നത് രാജ്യത്തെ റിസോഴ്സസുകൾ പൂർണ്ണമായി കണ്ടെത്തുകയോ വിദേശത്ത് നിന്ന് ഇറക്കുമതിയോ ചെയ്യുന്നു എന്നാണ്. ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ദ റൈറ്റ്വേർഡ് ഷിഫ്റ്റിംഗ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇൻഡിക്കേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ദ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ അണ്ടർ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന സംഭവം തീർന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നറിയാമല്ലോ. പ്രധാനമായും ഇപ്പൊ 2 ടോപ്പിക്സുകളാണ് പഠിച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി: what to produce, in what quantities, how to produce, for whom to produce. Then production possibility curve or production possibility frontier. അടുത്തത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച ടേബിൾ ആണ് ബോർഡിൽ കിടക്കുന്നത്. ടേബിൾ ആണ്. എന്താണ് ആ ടേബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ആദ്യത്തെ കോമ്പിന് പോസിബിലിറ്റി എടുത്തു. എ എന്ന് പറഞ്ഞ പോസിബിലിറ്റി എടുത്തപ്പോ കോണ് 0 യൂണിറ്റ് ആണ്. കോട്ടൺ എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റുമാണ് അല്ലെ. എന്നാൽ രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ പോസിബിലിറ്റിയിലേക്ക് പോയപ്പോൾ 1 യൂണിറ്റ് കോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും രണ്ടാമത്തെ കോമ്പിനേഷനിലേക്ക് പോയപ്പോൾ നമ്മൾ 1 യൂണിറ്റ് കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോട്ടൺ 10 യൂണിറ്റിന് വരെ 9 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സിയിലേക്ക് പോയപ്പോൾ 2 യൂണിറ്റ് കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോട്ടണോ 7 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോ ഓരോ യൂണിറ്റ് കോണിന്റെ ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് ഒരു നിശ്ചിത അളവ് കോട്ടന്റെ ഉൽപാദനം വേണ്ടാന്ന് വെക്കുന്നു. നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോ ഒരു നിശ്ചിത യൂണിറ്റ് കോണിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന കോട്ടന്റെ അളവ്, ദാറ്റ് ഇസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ എന്ത് പഠിക്കാം? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പഠിക്കാം. നിങ്ങൾ ഈ ടേബിൾ തന്നെ ശ്രദ്ധിക്കൂ. എന്താണ് ഞാൻ പറഞ്ഞല്ലോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് കോണിന്റെ അളവും കൂട്ടാൻ വേണ്ടി ഒരു നിശ്ചിത യൂണിറ്റ് കോട്ടന്റെ അളവ് വേണ്ടാന്ന് വെക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ വേണ്ടാന്ന് വെക്കുന്നതിന് ഒരു റേറ്റ് ഉണ്ട്. നോക്കി ആ റേറ്റ് എന്താണെന്ന്. ആദ്യം നമ്മൾ 1 യൂണിറ്റ് കോണിന് വേണ്ടി 1 യൂണിറ്റ് കോട്ടൺ ആണ് വേണ്ടാന്ന് വെച്ചത്. എന്നാൽ രണ്ടാമത്തെ സാഹചര്യത്തിൽ 1 യൂണിറ്റ് കോണിന് വേണ്ടി 2 യൂണിറ്റ് കോട്ടൺ വേണ്ടാന്ന് വെച്ചു. മൂന്നാമത്തെ സ്റ്റേജ് എത്തിയപ്പോൾ 1 യൂണിറ്റ് കോണിന് വേണ്ടി 3 യൂണിറ്റ് കോട്ടൺ വേണ്ടാന്ന് വെച്ചു. അടുത്ത സ്റ്റേജ് എത്തിയപ്പോ 1 യൂണിറ്റ് കോണിന് വേണ്ടി 4 യൂണിറ്റ് കോട്ടന്റെ ഉൽപാദനം വേണ്ടാന്ന് വെച്ചു. ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? ഓരോ യൂണിറ്റ് കോൺ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർഗോൺ ചെയ്യുന്ന കോട്ടന്റെ അളവ് കൂടി കൂടി വരുന്നു. ഒരു നിശ്ചിത യൂണിറ്റ് കോണിന്റെ അധികമായ ഉൽപാദനത്തിന് വേണ്ടി ഒരു നിശ്ചിത യൂണിറ്റ് കോട്ടന്റെ ഉൽപാദനം വേണ്ടാന്ന് വെക്കുന്നു. ഈ വേണ്ടാന്ന് വെക്കുന്നതിന്റെ അളവ് കൂടി വരാം, കുറഞ്ഞു വരാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കാം. എന്തായാലും ആ റേറ്റിനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ യൂണിറ്റ് കോണിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഒരു നിശ്ചിത യൂണിറ്റ് കോട്ടന്റെ ഉൽപാദനം സാക്രിഫൈസ് ചെയ്യുന്നു. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന
ആ റേറ്റിനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്നറിയോ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ടേബിൾ. നോക്കേ, എന്താണ്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. ഓക്കെ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്തായിരിക്കും? കോൺവെക്സ് ആയിരിക്കും. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു ലീനിയർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയകൾ പഠിച്ചത്? ഒന്ന്, വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. രണ്ടാമത്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നാലാമത്തെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ, അതിന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.